സുഖല്ലേ? നമ്മുടെ ഒക്കെ ലൈഫില് നമ്മുടെ അതേപാട്ടുള്ള ഒരാളുണ്ടാവല്ലേ? അങ്ങനെ ഒരാള് എന്റെ ലൈഫിലുണ്ട്. ആളുടെ വീട്ടിലാണ് നമ്മളൊപ്പം കൂട്ടണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതായിരുന്നു ആളുടെ അവസ്ഥ. ഈ ഒരു സിറ്റുവേഷനിൽ ആളെ പുറത്തു കൊണ്ടുപോയാൽ ഭയങ്കര നിർബന്ധമാണ്. എത്ര കുറക്കം വന്നാലും ചിരി നമ്മുടെ മെയിൻ ആണ്. എനിക്ക് എപ്പോഴും കാർ യാത്രയും ഏറ്റവും ഇഷ്ടം സ്കൂട്ടറിന്റെ യാത്രയാണ്. അതിപ്പോ ഓടിക്കുന്നത് ഓനോടെ ആണെങ്കിൽ രാത്രി സമയത്തെ യാത്ര എനിക്ക് അവന് ഒരുപോലെ ഇഷ്ടമുള്ള കാര്യമാണ്. ആല ബേബി വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഞങ്ങളുടെ ഈ നൈറ്റ് റൈഡ് തന്നെയാണ്. എന്താ നോട്ടം! അങ്ങനെ ഞങ്ങൾ രണ്ടാളോളുടെ വീടെത്തുക. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ എന്റെ അതേ വട്ടുള്ള. ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോ ഓള് ബ്യൂട്ടീഷ്യൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് മുഖം കാണിക്കില്ല. എന്തല്ലേ, അവളെയും തെറ്റു പറയാൻ പറ്റില്ല. ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറിന്റെ വീഡിയോയിൽ പറഞ്ഞെങ്കിൽ അത്യാവശ്യം മനേക്കണം. എന്റെ കയ്യിലുള്ള പോലത്തെ ഒരു ചെറുത് ഇവിടെ കുറുമ്പിയാണ് ഞങ്ങളുടെ അമ്ലു ബേബി. ആൾക്കിപ്പോ ഒരു വയസ്സുണ്ടെങ്കിലും ഇവിടെ കുഞ്ഞിലെത്ത സ്റ്റേജിന് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എത്ര വട്ടം നല്ല കുട്ടികളൊക്കെ വളരുന്നത്. ആള് വലിയ ഗൾഫാരാണ്. ഈ റീസൺലി ആണ് അവള് ഗൾഫിൽ നിന്ന് വന്നത്. ഗൾഫിൽ നിന്ന് ഇപ്പൊ എന്തൊക്കെയോ കൊണ്ടുവന്നത് അതൊക്കെ ഞങ്ങൾക്ക് കഴിക്കാൻ തന്നെ. പിന്നെ ഈ സ്നേഹത്തോടെ തരുമ്പോ ഞാൻ പണ്ടേ വേണ്ടാന്ന് പറയാറില്ല, അതിന്റെ സ്വഭാവമാണ്. എന്താ നല്ല. അങ്ങനെ അവളുടെ ബ്യൂട്ടീഷ്യൻ ഒക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ട് എത്തിയിട്ടുണ്ട്. ഈ അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അഭിനയം. എന്താ നാച്ചുറൽ, ആർക്കും ഒരു സംശയമല്ല. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ വന്നതിന് ഉദ്ദേശിച്ചതൊന്നും ഗൾഫിൽ നിന്ന് വന്നപ്പോ എന്തെല്ലാമോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ചോദിച്ചു മേടിച്ചൊരു സാധനം ഉണ്ട് ഗൈസ്. എന്താന്നല്ലേ കാണിക്കാൻ. ഗൈസ് ഭയങ്കര ഫേമസ് ആയ ഒരു മിഡിൽ ഈസ്റ്റേൺ പെർഫ്യൂം ബ്രാൻഡ് ആയിട്ടുള്ള അഹമ്മദ് മഗീബിയുടെ കൊച്ചുനോയറാണ്. ആൻഡ് ഗൈസ് ഇതിന്റെ സ്മെല്ലാണെങ്കിൽ ഭയങ്കര മസ്കി സ്മൂത്ത് ക്ലാസി സ്മെല്ലാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്നുണ്ടെങ്കിലും OG സാധനം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഗൾഫിൽ നിന്ന് തന്നെ ഇറക്കും. സംഭവം ഒരുപാട് നാളത്തെ ആഗ്രഹം കയ്യിൽ കിട്ടിയതിനുള്ള അതിയായ സന്തോഷമാണ് അവന്റെ ആ മുഖത്ത് കാണുന്നത്. ഈ ഒരു മുതലില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ സാധനം നമ്മുടെ കയ്യിൽ കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് അവൾക്കൊരു ഹാല ബേബി വീട്ടിലുള്ളതുകൊണ്ട് ഒരുപാട് നേരമൊന്നും ഞങ്ങൾ വൈകിച്ചില്ല. പോകുന്ന വഴിക്ക് ഒരു ഷവർമ കഴിക്കാൻ ആഗ്രഹം മൂത്തത് ഷവർമയെ മേടിച്ച് വീട്ടിലേക്ക് വിട്ടു. എന്റെ കെട്ടിയവനായിട്ട് പറയല്ല കേട്ടോ, ഇവൻ പണ്ടേ സുന്ദരം. സമാധാനമായിട്ട് ഷവർമയും കഴിച്ച് ഞങ്ങൾ അങ്ങ് കിട്ടും. അപ്പൊ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ.